വി ഡി സതീശൻ വി ഡി സവർക്കറിൽ നിന്ന് വി ഡി സതീശനിലേക്കുള്ള ദൂരം കുറയുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാവാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന ചാനൽ ചർച്ചകളില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എങ്കിൽ യാഥാർത്ഥ്യങ്ങൾ പറയുന്നു തോന്നിയ രണ്ടാളുകളാണത്. ഒന്ന് ഡോക്ടർ നമ്മുടെ അരുൺകുമാറാണ്, രണ്ട് മാധുവാണ്. ഇന്നലെ തുടക്കം ഡോക്ടർ അരുൺകുമാറാണ് തുടങ്ങി വെച്ചത്. വി ഡി സതീശൻ മേനോൻ എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേര്. അദ്ദേഹം ആ വി ഡി സതീശൻ എന്നുള്ള ആ ഒരു പേരിനെ വളരെ വൃത്തിയായിട്ട് വി ഡി സവർക്കറുമായിട്ട് കൂട്ടിച്ചേർക്കുകയും വി ഡി സതീശനിൽ നിന്ന് വി ഡി സവർക്കറിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. കേരളം ഭരിക്കുന്നത് ആ ഒരു 100-ൽ കൂടുതൽ സീറ്റുകൾ കൈവശപ്പെടുത്തിയ UDF അല്ല, വെറും 3 സീറ്റ് മാത്രമുള്ള 3 വെറും MLA മാർ മാത്രമുള്ള BJP ആണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ഇവർ സമർത്ഥിച്ചു വെച്ചത്. നോക്കിക്കഴിഞ്ഞാൽ ശരിയാണെന്നേ, 12ഓളം കാര്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ പ്രധാനമായിട്ടൊരു 10 കാര്യത്തെ വെച്ചിട്ട് കൃത്യമായിട്ടും മാധു മറ്റൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും തുടക്കത്തിൽ നമ്മുടെ അരുൺകുമാർ തന്നെയാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് മനസ്സിലാക്കാതെ ഇരിക്കുന്ന ആളുകൾ കേരളത്തിലെ ജനങ്ങളെക്കാൾ കൂടുതൽ ഈ UDFന്റെ ഘടകകക്ഷികളാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ UDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള ലീഗാണ്. സത്യം പറഞ്ഞാൽ ലീഗ് പെട്ടുകിടക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് പണ്ടാറടക്കുമെന്ന് തീർച്ചയായിട്ടും ലീഗുകാർ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ അങ്ങോട്ട് വി ഡി സതീശനും കൂട്ടുകാരും ഇങ്ങനെ അങ്ങ് BJPക്ക് അടിമപ്പെടുമെന്ന് ഇവർ വിചാരിച്ചിട്ടേ ഉണ്ടായിരിക്കില്ല. കാരണം ലീഗുകാരും കേരളത്തിലെ കുറെ മുസ്ലിങ്ങളൊക്കെ വിചാരിച്ചത്, ഷാജി അടക്കമുള്ള ആളുകൾ പറയുന്നു പുറത്തുപോയ ഗാന്ധിയെ തിരികെ കൊണ്ടുവരും, പുറത്തുപോയ നെഹ്റുജിയെ തിരികെ പാഠപുസ്തകത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞവരോട് പുറത്തുപോയ വി ഡി സവർക്കർ അടക്കം വന്നിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇല്ലാതിരുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കപ്പെടുന്നു. അതിനിവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് എന്താണ് ധൈര്യപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പൊ അതിനൊക്കെ നല്ല ധൈര്യം ഉണ്ടെന്നേ. അത് ഏറ്റവും രസകരമായ കാര്യമാണ്. എല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ പേരിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും. ഞാൻ വേണമെങ്കിൽ ഒരു കണക്ക് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കിയത് നമ്മുടെ ഗവൺമെന്റ് അല്ല. സുഗതൻ അറിയില്ലേ, BJP-കാരനാണ്, ജയിലിലാണ്. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി അവസരങ്ങളൊക്കെ ഒരുക്കിയത് ഗവൺമെന്റ് അല്ല കേട്ടോ, അത് ഉദ്യോഗസ്ഥന്മാരാ. ഇപ്പൊ അതാ പറയുന്നത്, പാവം ഉദ്യോഗസ്ഥന്മാര് കേട്ടോ. രണ്ടാമത് PMC നടപ്പിലാക്കുന്നതും ഉദ്യോഗസ്ഥന്മാര്, സവർക്കറെ പുകഴ്ത്തി ചോദ്യങ്ങൾ തയ്യാറാക്കിയതും ഗവൺമെന്റ് അല്ല, അത് ഉദ്യോഗസ്ഥന്മാര്. മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിലെ മന്ത്രിയാണ്. മുസ്ലിം ലീഗിലെ മന്ത്രിയായിട്ട് പോലും സവർക്കറെ പുകഴ്ത്തിയിട്ട് ഒരു ചോദ്യം ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നലെ വന്ദേമാതരം മുഴുവൻ ചെല്ലാൻ വേണ്ടി ഉത്തരവ് നൽകിയതും നമ്മുടെ ഗവൺമെന്റേ അല്ല. ഗവൺമെന്റ് അത് അറിഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംഗതി അറിഞ്ഞിട്ടേ ഇല്ല. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുന്നത്. TJ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുന്നതും ഇതേ ഉദ്യോഗസ്ഥന്മാരാണ്. എല്ലാം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാ അല്ലേ? എന്തൊരു പാവാണ് സർക്കാർ, ഒരു സാധു സർക്കാർ അല്ലയോ? ഇത്രയും ഒരു സാധു സർക്കാരെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? അവരെ കുറ്റം പറയേ ചെയ്യരുത്. വളരെ സാധുവാണ് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ പൊളിച്ചടക്കൽ ദിനമായിരുന്നു ഈ ഗവൺമെന്റിനെ. അതിന് ചാനലിൽ തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ അവസാനം കുറിച്ചതും ഈ മാധവും ഡോക്ടർ അരുൺകുമാറും കൂടിയാണ്. കേൾക്കണം. വി ഡി സതീശൻ വി ഡി സവർക്കറിൽ നിന്ന് വി ഡി സതീശനിലേക്കുള്ള ദൂരം കുറയുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാവാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഡസൻ കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ 82 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. 82 ദിവസങ്ങൾക്കുള്ളിൽ 12 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ 12 കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് ഒരാൾ സംശയിക്കുകയാണ് വി ഡി സതീശനിൽ നിന്ന് VD to VD ദൂരം കുറയുന്നുണ്ട്. വി ഡി സവർക്കറിൽ നിന്ന് വി ഡി സതീശനിലേക്കുള്ള ദൂരം 12 കാര്യങ്ങൾ എന്നാണ് നമ്മുടെ അരുൺകുമാർ പറഞ്ഞത്. ആ 12 കാര്യങ്ങളൊന്ന് വി ഡി സവർക്കർ വരുന്നുണ്ട്. നമ്മുടെ സത്യപ്രതിജ്ഞാ ദിനത്തിലെ വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലിയത് വരുന്നുണ്ട്. MG സർവകലാശാലയിലേക്ക് VC നിയമനവുമായിട്ട് വരുന്നുണ്ട്. VCകൾ എല്ലാവരും കൂടിയിട്ട് BJPയുടെ RSS പരിപാടിക്ക് പങ്കെടുത്ത് പറയുന്നുണ്ട്. ബജറ്റില് നമുക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട പണം തരാതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാതെ നിശബ്ദമായി ഇരിക്കുന്നത് വരുന്നുണ്ട്. TS ശരത് എന്ന് പറയുന്ന ഗവൺമെന്റ് ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ രസകരമായിട്ട് വരുന്നുണ്ട്. അതിന് ഉത്തരം ആര് കൊടുത്തു എന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ട്
വേണമെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക മാധുവിന്റെ ആ ഒരു ഗംഭീരമായിട്ടുള്ള അവതരണത്തിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് കേട്ടു നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്തായാലും ഒരു സൂക്കേട് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഈ സൂക്കേട് എന്നൊക്കെ പറയുമ്പോഴേ അതൊരു നെഗറ്റീവ് വാക്കാണ്. ഈ ചർച്ചയ്ക്കൊക്കെ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരുന്നത് നന്നായിരിക്കും. എൻ്റെ സൂക്കേട് മനസ്സിലായി, എൻ്റെ സൂക്കേട് മാറിയ എന്നൊക്കെ പറയുന്നത് ഭയങ്കര നെഗറ്റീവാണ്. ഒരു സെക്ഷലി ഒക്കെ പറയപ്പെടുന്ന ഒരു വാക്കായിട്ടാണ് പലപ്പോഴും അതിനൊക്കെ പറയുക. ഇതൊന്നും അറിയാതെയാണ് ഇവരൊക്കെ ചർച്ചകൾക്ക് വന്നിരിക്കുന്നത്. ഒരു പൊതു മണ്ഡലമല്ലേ, പൊതുവായിട്ട് എത്രയോ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ, അത്ര സ്ഥലത്തൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയാൻ പാടുമോ എന്നുള്ളതാണ്. എന്തായാലും മാധു ഇതിന് വേണ്ടത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. 8ന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആ ഒരു വലതുപക്ഷ നിരീക്ഷകൻ അയ്യോ അദ്ദേഹത്തിന് നീച്ചോടാൻ പറ്റാത്തോണ്ടാ. കേട്ടോക്ക്. അസുഖത്തിന്റെ മുഴുവനായിട്ടുള്ള രൂപം ഡോക്ടറോട് പറയണമല്ലോ, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. മെയ് 18 ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചു. അതിൽ ലോക് ഭവനാണ് അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള ന്യായീകരണം സർക്കാർ പറഞ്ഞു. ഇനി MG സർവകലാശാലയിലെ VC ആയി D. മാവൂദിനെ ഗവർണർ നിയമിച്ചു. യാതൊരു എതിർപ്പും ഉണ്ടായില്ല. അതിനുശേഷം അതിനു മുൻപ് നയപ്രഖ്യാപനമുണ്ടായി. അതിൽ കാര്യമായി കേന്ദ്ര വിമർശനങ്ങളില്ല. MG സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ പശ്ചാത്തലമുള്ള 19 പേരെ ഗവർണർ നിയമിച്ചു. യാതൊരു എതിർപ്പുമില്ല. പിന്നീട് ബജറ്റ് വന്നു. ബജറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിഹിതം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് യാതൊരു എണ്ണിപ്പറയലുമില്ല. പിന്നീട് ജൂലൈ മാസത്തിൽ സംഘപരിവാർ ബന്ധമുണ്ടായിരുന്ന KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ വിമർശനം തള്ളി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി N. ശേഷാദ്രിനാഥിനെ നിയമിച്ചു. സംഘപരിവാർ ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ വിമർശനം. എന്റെ സുഹൃത്തുക്കളെ, ഈ മാധവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കുറച്ചു മുമ്പ് ഒരു 12 കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ. ആ അരുൺകുമാറിന്റെ ആ ലിസ്റ്റാണ് ഈ വായിക്കുന്നത്. ഈ 12 കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റ് ഭരിക്കുന്നത് BJP-ക്കാരാണോ അല്ലെങ്കിൽ BJP-യുടെ നിഴലാണോ V.D. സതീശ മേനോൻ സർക്കാർ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകും. അത്രയ്ക്ക് വൃത്തിയായിട്ട് സംഘപരിവാറിന് വേണ്ടിയിട്ട് കുഴലൂതുകയാണ്. ആ കുഴലൂത്ത് ലീഗ് അടക്കമുള്ള ഘടകകക്ഷിക്കാർ നോക്കി നിൽക്കേണ്ടി വരുന്നല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. നമുക്കൊന്നും ഈ വീഡിയോ ചെയ്യുന്ന നമുക്കൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയേ വരൂ. പണ്ടെങ്ങാണ്ട് ഏതൊരു പരിപാടിക്ക് RSSന്റെ പരിപാടിക്ക് പോയിട്ട് അവിടെ കുനിഞ്ഞു നിന്നിട്ട് വിളക്കെത്തിച്ച് വന്ന ആളാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയുന്നതാ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രീതികള് സംഘപരിവാറുകാരെ സുഖിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ളതാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും അത് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിയില്ല. എല്ലാവരും വോട്ട് കുത്തി. ഇപ്പൊ സർവം പ്രശ്നമാണ്. വോട്ട് കുത്തിയ ആളുകളൊക്കെ പിരിന്ന് കരയുകയാണ്. എനിക്ക് മനസ്സിലായ കാര്യം, ഇത്തവണ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കടലോര നിവാസികളാണ്. V.D. സതീശൻ സർക്കാരിനെ സഹായിച്ച ഒരാൾക്കാർ കടലോര നിവാസികളാണ്. ആ കടലോര നിവാസികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ തങ്ങളെ നോക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് ബോധ്യമായിരിക്കുന്നു. ഇനി കേൾക്ക്. അതിനെതിരെ അദ്ദേഹത്തിനെതിരെ തന്നെ കോൺഗ്രസിലെ നേതാക്കൾ രംഗത്ത് വന്നു. TS ശരദിനെ സംഘപരിവാർ ബന്ധമുണ്ട് എന്ന ആരോപിൽ ഗവൺമെന്റ് ലീഡറായി നിയമിച്ചതിനെതിരെ വിമർശനമുണ്ടായി. KSUവും ലോയേഴ്സ് കോൺഗ്രസും വിമർശനം ഉന്നയിച്ചു. യാതൊരു പ്രശ്നവുമില്ല. RSS പരിപാടിയിൽ ജൂലൈ മാസത്തിൽ സർവകലാശാല VC-മാർ പങ്കെടുത്തു. വിമർശനമൊക്കെ ഉണ്ടായി. ഒരു നടപടിയും ഉണ്ടായില്ല. ആരും ചോദിച്ചില്ല. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിന് മുഖ്യമന്ത്രി അവിടെ പോയിരുന്നു. അതിനും ആ സമരം തീരുന്നതിന് മുമ്പ് തിരികെ വന്നു. വഖഫ് ബോർഡ് കേന്ദ്ര നിയമപ്രകാരം പുനഃസംഘടിപ്പിക്കാമെന്ന് സർക്കാർ കോടതിയിൽ സമ്മതം അറിയിച്ചു. PM ശ്രീയുമായി മുന്നോട്ടെന്ന് UDF കൺവീനർ UDF യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാദമായി നല്ല അന്തസ്സായിട്ട് മലക്കം പറഞ്ഞു. മഞ്ചേശ്വരം സ്കൂളിൽ ക്വിസിൽ V.D. സവർക്കറെ പുകഴ്ത്തിക്കൊണ്ടൊരു ചോദ്യാവലി ഉണ്ടായി. 8-ാം തീയതി തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേ മാതരം മുഴുവനുമായി ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ഇതും കൂടെ കൂട്ടിയുള്ള ചികിത്സ മതി. എങ്ങനെയുണ്ട്? ഇതും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ എനിക്ക് ചികിത്സ തന്നാൽ മതി എന്നാണ് അസുഖമുണ്ട് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ മാധു പറയുന്നത്. ശരിയല്ലേ? ഇത് മൊത്തം നിങ്ങൾ എണ്ണി നോക്കുമ്പോൾ, ഞാൻ ചുമ്മാ ഇങ്ങനെ എണ്ണി നോക്കി, നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. സംശയം വേണ്ട, ഞാൻ എഴുതി നോക്കിന്നേ. കണ്ടില്ലേ? മാധു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് പോസ് ചെയ്ത് എണ്ണി വെക്കുമ്പോൾ 12 കാര്യങ്ങളാണ് മാധു പറഞ്ഞിരിക്കുന്നത്. ആ 12 കാര്യങ്ങൾ കഴിഞ്ഞ 82 ദിവസം, ഇന്നത്തേക്ക് അടക്കം 83-ാമത്തെ ദിവസമാണത്. ഈ 83 ദിവസത്തിനുള്ളിൽ
12 കാര്യങ്ങളാണ് സംഘപരിവാറിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് നിശബ്ദം മിണ്ടാതിരിക്കുന്നത്. ഇതിപ്പോ വെറും 82 ദിവസമേ ആയിട്ടുള്ളൂ. ഇനി എത്ര ദിവസങ്ങളുണ്ട് സുഹൃത്തുക്കളെ? ഈ ഒരു വർഷം കഴിയാൻ 365 ദിവസം വേണ്ടേ? ഈ ഒരു വർഷം കഴിഞ്ഞ് കിട്ടാൻ 365 ദിവസം വേണ്ടേ? 82 ദിവസം കൊണ്ട് 12 കാര്യങ്ങളാണെങ്കിൽ അടുത്ത 82-ല് വീണ്ടും 12 കാര്യങ്ങൾ, 24. അതായത് 24 BJP അജണ്ട അടുത്ത ഒരു 82 ദിവസത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ ചിലപ്പോൾ നടപ്പിലാക്കപ്പെടും. നിശബ്ദമായിട്ട് അത് നടപ്പിലാക്കപ്പെടും. ഒരാളും പ്രതികരിക്കില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൽ ഒരാൾ പോലും പ്രതികരിക്കില്ല. ഘടകകക്ഷികൾക്ക് പോലും മിണ്ടാൻ പറ്റാതിരിക്കും എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്? അവിടെ കേന്ദ്രത്തില് ആ പാവ മനുഷ്യനൊക്കെ ഗംഭീര സമരം ചെയ്യുന്നു. അദ്ദേഹത്തെ പാൽക്കുപ്പി എന്ന് മറ്റൊക്കെ വിളിക്കുന്നുണ്ട്, അമൂൽ ബേബി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ പാവ മനുഷ്യനെ ഗംഭീരമായിട്ട് സമരം ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണോ അവർ സമരം ചെയ്യുന്നത്? അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടലൂത്ത് നടത്തുന്നു എന്നുള്ളതാണ്. സങ്കടകരമായ കാര്യമാണ്. എന്തായാലും മാധു ഇത് അവസാനിപ്പിക്കുന്നതും പൊളിയായിട്ടാണ്. എനിക്ക് അവസാനമായി ഒരു ചോദ്യമേ ഉള്ളൂ. വന്ദേ മാതരം മുഴുവനായി ആലപിക്കണം എന്ന നിർദ്ദേശം അങ്ങ് നോട്ടീസ് വായിച്ചിരുന്നോ? ആ നോട്ടീസ് വായിച്ചെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇനി അവസാനമാണ് കേൾക്കേണ്ടത്. ശരിയല്ല, കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ വളരെ പ്രശ്നമായ ചോദ്യമാവും. പറയൂ ശ്രീ റിജിൽ മാക്കുറ്റി, പറയൂ. അതിനകത്ത് നിങ്ങൾ ചോദിച്ച ചോദ്യം, അതെ, ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു നിലപാട് ചീഫ് സെക്രട്ടറി കൊടുത്തത് എന്നുള്ളതാണ്. ആ കൊടുത്തതിന്റെ ചീഫ് സെക്രട്ടറി കൊടുത്തത് മതി. കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി കൊടുത്തതെന്ന് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണോ അത് പരിപൂർണമായിട്ടും അനുസരിക്കാൻ തയ്യാറാവുന്നു. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പോകുന്നു. എത്രയോ കാലമായിട്ട് ഇവിടുത്തെ പിണറായി വിജയൻ സഖാവ് അടക്കമുള്ള ആളുകൾ ഒരിക്കലും അത് പാടില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവൻ ഇനി ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ സഖാവ് അതിനെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ, നോക്കട്ടെ. അതായത് വന്ദേ മാതരം എന്ന ആകെയുള്ള ഗാനം അത് മതനിരപേക്ഷതക്ക് ചേരാത്തതാണ്. നമ്മളൊരു മതനിരപേക്ഷ രാഷ്ട്രമാണ് തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ആ മതനിരപേക്ഷതക്ക് ചേരാത്ത ഒരു ഗാനം അതേ രീതിയിൽ ചൊല്ലരുത് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തന്നെ തീരുമാനിച്ചതാണ്. അത് ആദ്യത്തെ ഈരടികൾ ചൊല്ലുന്നതിൽ തെറ്റില്ല. അപ്പൊ ആദ്യത്തെ ഈരടികൾ മാത്രമേ ചൊല്ലേണ്ടതായിട്ടുള്ളൂ എന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് രാജേന്ദ്ര പ്രസാദാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അടക്കം നയം. ആ നയമാണ് കോൺഗ്രസിന്റെ നയമായിട്ടുണ്ടായിരുന്നത്. വ്യത്യാസം വന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം മന്ത്രിസഭാ സത്യപ്രതിജ്ഞയുടെ ഘട്ടത്തിൽ ഈ വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലി. വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലുക എന്നുള്ളത് RSSന്റെ നയമാണ്. RSSന്റെ അതിഥിയാണ്. അതിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുന്ന അവസ്ഥ ഇവിടുത്തെ ഗവൺമെന്റ് കാണിച്ചു. തീർച്ചയായും ഇതാണ് നട്ടല്, ഇതാണ് ആർജവം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് ചൊല്ലാൻ പറഞ്ഞിട്ടും ആദ്യത്തെ ഈരടികൾ ചൊല്ലാം അതിന് താഴത്തേക്കുള്ളത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് കൃത്യമായിട്ടും ഒരു ഇടതുപക്ഷ സർക്കാരിന് തലപ്പത്തുണ്ടായിരുന്ന മനുഷ്യൻ പറയുന്നു. ഇത് ഫോളോ ചെയ്യാൻ, ആ ഒരു സംഗതി ഫോളോ ചെയ്യാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു സംഗതിയിൽ ആകെ ചുരുക്കം, അതുപോലെ ധൈര്യത്തോടെ ആത്മാഭിമാനത്തോടെ കേരള ജനതയ്ക്കൊപ്പം നിന്നുകൊണ്ട്, എല്ലാ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നുകൊണ്ട് വർത്തമാനം പറയാൻ നമ്മുടെ ബഹുമാനപ്പെട്ട VD സതീശൻ മേനോൻ സർ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. അവസാനിപ്പിക്കേണ്ട സുഹൃത്തുക്കളെ, ബൈ.